ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട വെച്ചിട്ട് നമ്മളൊരു നൂഡിൽസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സാധാരണ നൂഡിൽസ് ഒന്നും ചേർക്കുന്നില്ല. കോഴിമുട്ട മാത്രം വെച്ചിട്ടാണ് നമ്മളിന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു നൂഡിൽസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണമായിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 എണ്ണോ 4 എണ്ണോ എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നൂഡിൽസ് പോലെ നീളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് കാണാൻ നൂഡിൽസ് പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പച്ചമുളക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു അരമുറി തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക, പക്ഷേ എരിവ് ഓവറാക്കുകയും ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഉപ്പിടുമ്പോൾ അത് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, നൂഡിൽസ് പോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മറിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അല്ലാതെ നമ്മൾ സാധാരണ ഇളക്കുന്ന പോലെ ഇളക്കിയാൽ ഇതിൻ്റെ ആ നൂഡിൽസ് പോലുള്ള ഷേപ്പൊക്കെ അങ്ങ് പോകും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്, നിർബന്ധമേ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുട്ട നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്